സാൽമിയയിൽ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഒരു തട്ടുകട സ്റ്റൈൽ ഫുഡ് കഴിക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. സാൽമിയ ബ്ലോക്ക് 12 ഹയാർ സൂപ്പർ റെസ്റ്റോറൻറ്റിൽ. ഇനി സാൽമിയയിൽ വരുമ്പോൾ ഒരു പോത്തുങ്കൽ കഴിക്കണം തോന്നുകയാണെങ്കിൽ ഇവിടെ പോത്തുങ്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വയനാടൻ മസാലയിൽ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ള പോത്തുങ്കലാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. എന്താണെന്ന് ട്രൈ ചെയ്തു അങ്ങനെ. ഹയലിൽ നിന്ന് എന്താ സ്പെഷ്യൽ ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ കാണുന്ന ഐറ്റംസ്. ബീഫ് പള്ളിക്കറി ഉണ്ട്, ചിക്കൻ കസ്തൂരി ഉണ്ട്, ചിക്കൻ മുളക് ഇട്ടതുണ്ട്, ചിക്കൻ കാന്താരി ഉണ്ട്, കോഴി നിർത്തി പൊരിച്ചതുണ്ട്, പിന്നെ നല്ല ആവോലി പൊള്ളിച്ചത്, അതും നല്ല നാടൻ മസാലയിൽ. നല്ല എരിവോട് കൂടി വരുന്ന ഒരു അടിപൊളി ഐറ്റം ബീഫ് പഞ്ചാബി. ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യുന്ന ഐറ്റം കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു ഐറ്റമാണ് ഈ കാണുന്ന ചിക്കൻ കസ്തൂരി. സത്യം പറയാലോ, ഈ ഫുഡ് കണ്ടപ്പോൾ എനിക്ക് നാട്ടിൽ തട്ടുകിടന്ന് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലും ആ ഒരു ടേസ്റ്റൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും പോയിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി വൈകുന്നേരം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ചായ എല്ലാം കൂടി ചെയ്താൽ നാടൻ സ്നാക്സ് എല്ലാം തിന്ന് കുറച്ചിനും സ്വറ പറഞ്ഞൊക്കെ ഇവിടെ ഇരിക്കാം. പിന്നെ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരിക്കും, ഉച്ചയ്ക്ക് നല്ല ഇലക്കിടൽ ഊണും കഴിക്കാം. പിന്നെ ഇവിടെ ഗീ റൈസും പള്ളിക്കറിയും, ഗീ റൈസും ചിക്കൻ കറിയും, ഗീ റൈസും മട്ടൻ കറിയും, അതിന്റെ കോമ്പോസും ഇവിടെ കിട്ടും. ഇന്ന് ഞാൻ കഴിച്ചാൽ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയ ഐറ്റമാണ് ഈ ഒരു പൊതി ബിരിയാണി. ഹയയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇതിനകത്ത് ദം ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് ചിക്കൻ ഉണ്ട്. ചിക്കൻ 65 പിന്നെ ഈ ടൈപ്പ് ചിക്കനാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. പൊതി ബിരിയാണി മാത്രമല്ല കേട്ടോ, അഫ്ഗാൻ മന്തി ഒന്ന് ട്രൈ ചെയ്യണോ, അഫ്ഗാൻ മന്തി ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഫുഡ് കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് നമ്മുടെ സാൽമിയ ബ്ലോക്ക് 12 ഈ ഒരു ഹയ സൂപ്പർ റെസ്റ്റോറൻറ്റ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയുടെ ക്യാപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും പോയി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.